ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് ലളിതമായിട്ട് പറഞ്ഞു കൊടുത്താൽ അതിന്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ഡിജിറ്റൽ അസറ്റാണ്. ഇപ്പോൾ ഇത് തൊടാനോ കാണാനോ സ്പർശിക്കാനോ പറ്റാത്ത ഒരു ഡിജിറ്റൽ അസറ്റായിട്ട് നമുക്കിത് കാണാൻ പറ്റും. ഇപ്പോൾ ഗൂഗിൾ പേയിൽ നമ്മൾ കാണുന്ന ഇലക്ട്രിക്കൽ മണി പോലെ ഇത് നമ്മൾ ഡിജിറ്റലി ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ ഏതെങ്കിലും ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണെങ്കിലും നമ്മൾ ഗൂഗിൾ പേയിൽ നമ്മൾ ഇലക്ട്രിക്കൽ മണി കാണുന്നത്. സോ ആ ബാങ്കിൽ നമ്മളൊരു ട്രസ്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ബാങ്ക് ആയിരിക്കും നമ്മുടെ ട്രസ്റ്റ് എന്ന് പറയുന്നത്. അവിടുത്തെ എല്ലാ നമ്മളൊരാൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അവിടെ മോണിറ്റർ ചെയ്യുന്നത് ആരായിരിക്കും? ആ ബാങ്ക് ആയിരിക്കും അതിൻ്റെ മീഡിയേറ്റർ എന്ന് പറയുന്നത്. പക്ഷേ എന്നാൽ നമ്മളൊരു ക്രിപ്റ്റോ ആണ് ഹോൾഡ് ചെയ്യുന്നത്. ക്രിപ്റ്റോ ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിൽ വരുന്നൊരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഇവിടെ ബ്ലോക്ക് ചെയിൻ ആണ് വാല്യൂ, ഇവിടെ ബ്ലോക്ക് ചെയിൻ ആണ് ട്രസ്റ്റും എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ഇന്റർനെറ്റിന്റെ അടുത്തൊരു ഫേസ് ആണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. സോ 100% നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതാണ് നമുക്ക് അടുത്തൊരു റെവല്യൂഷൻ ആയിട്ട് നമുക്ക് മാറാൻ പറ്റുന്നത് ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസി ആയിരിക്കും.